അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ മുഅസ്സു മൻ അതാ വ മുദില്ലു മൻ അസാ. സ്നേഹം നിറഞ്ഞവരെ, UAE ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിൽ നടന്നു വരുന്ന മവദ്ദ ഫാമിലി കോൺക്ലേവ്, മാഷാ അല്ലാഹ്, ഒരുപാട് പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ UAE നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ സജീവരാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണിത്. പിയർ പ്രഷർ അഥവാ നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഇടയിലുണ്ടാകുന്ന ചില ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ, അതുമായിട്ട് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് നേരെ വേറെ മുഖദ്ദിമകളൊന്നുമില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. പിയർ പ്രഷർ അല്ലേ, പൊതുവേ ഇന്നെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ്. ഇൻഷാ അല്ലാഹ് എനിക്കൊന്നും അതിൽ കുറേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ സൊല്യൂഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കട്ടെ. പിയർ പ്രഷർ പൊതുവേ ഒരു കുട്ടി അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സാധനമാണ്. ഇപ്പോൾ കൗമാരപ്രായത്തിൽ, അപ്പോൾ ആ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിത്തം മാറി നമ്മൾ പിന്നെ ഒരു പ്രായപൂർത്തിയാകുന്നൊരു സമയമുണ്ടല്ലോ, അതിങ്ങനെ തുടങ്ങി ഏകദേശം ഒരു 13, 14, 15 വയസ്സാകുമ്പോൾ ഈ സമയത്ത് ശരിക്കും ഒരു ഐഡൻറ്റിറ്റി പിന്നെ ഒരു ഐഡൻറ്റിറ്റി സെർച്ചിങ്ങിലായിരിക്കും നമ്മൾ ഉള്ളത്. കാരണം നമ്മൾ ആരാണ്, ഏത് ഗ്രൂപ്പിൻ്റെ കൂടെ ആവണം, അപ്പോൾ ഞാൻ ഏതിൻ്റെ കൂടെ ആയാലാണ് എനിക്ക് ഒരു ഐഡൻറ്റിറ്റി വരിക, എൻ്റെ ചുറ്റും ഏതൊരു കാര്യം അത് വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ നിൽക്കുന്നൊരു സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, ആ സറൗണ്ടിങ്സിൽ കുറച്ച് വാല്യൂ കിട്ടുന്നത് എന്തിനാണോ അതിൻ്റെ കൂടെ കൂടാൻ നമുക്ക് വല്ലാത്തൊരു ഇതുണ്ടാവും. ഇപ്പോൾ ചില കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യണേ എൻ്റെ കൂട്ടുകാരാണ് ഇന്ന ആളെ ഫോളോ ചെയ്തത്, ഒരു വില കിട്ടുന്ന പോലെ. അപ്പോൾ അതിന്മേലാണ് അവർ ഐഡന്റിറ്റി കാണുന്നത്. കോസ്റ്റ്യൂംസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഓരോ സ്വഭാവമാണെങ്കിലും സംസാരം, ഒരു ഹീറോയിസം കിട്ടുന്ന സംഗതികൾ. അപ്പോൾ ഒരു ക്യാമ്പസിലാണെങ്കിൽ അപ്പോൾ ആ ക്യാമ്പസിൽ കുറച്ച് വില കിട്ടുന്നത് ഒരു നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ടീമിനാണ് വിചാരിക്കുക. അപ്പോൾ കുറച്ച് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ടീമിനാണെങ്കിൽ അതിൻ്റെ കൂടെ കൂടാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം അതിൽ നിന്ന് വരുന്നൊരു പ്രഷറുണ്ട്. കാരണം ഞാൻ അതിൻ്റെ കൂടെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ആയാലേ എനിക്ക് ടോട്ടൽ ഇവിടെ ക്യാമ്പസിലൊരു വില ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയെ ഞാൻ അതിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അതേസമയം പിന്നെ കുറച്ച് നല്ലൊരു ടീമുണ്ട്, നിസ്കാരവും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നടക്കണ, അവർക്കാണ് അവിടെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ആ എൻവയോൺമെൻറ്റിലുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കൂടാനുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു പിയർ പ്രഷറാണ്. ഇതിൽ നെഗറ്റീവ് ഉണ്ടാവണം, പോസിറ്റീവ് ഉണ്ടാവണം. പൊതുവേ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവിന് ഉപയോഗപ്പെടുത്താനുള്ളത് ആണ് കുട്ടികളിൽ കുറേ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ പൊതുവേ ഈ പ്രായത്തിൽ എന്താ വെച്ചാൽ മറ്റീനാണ് കൂടുതൽ കയ്യടി കിട്ടുക. ഉറപ്പാണ്. 2 സിഗരറ്റ് വലിക്കുന്നതും പിന്നെ അല്ലെങ്കിൽ അത്തരം ലഹരികൾ ഉപയോഗിക്കുന്നതും പ്രേമിക്കുന്നതും ഫോൺ വീഡിയോ കാണുന്നതും ഇതിനൊക്കെ ഇവരെ ഇടയിൽ ഭയങ്കര വാല്യൂ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമാകാൻ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഭാഗമായില്ലെങ്കിൽ ഞാനതിൽ നിന്ന് പുറത്താവുമോ, നമ്മൾ ഫോമോ എന്നൊക്കെ പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമാകാൻ നോക്കും. പിന്നെ വൺസ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പെട്ടുപോകുന്നതാണ് സത്യത്തിൽ ഈ ഒരു പിയർ പ്രഷർ എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികൾക്ക് നേരത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ കുട്ടിയെ അഡോളസൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് പറയാം, ഇങ്ങനെ പിന്നെ പല ടൈപ്പ് ടീമുണ്ടാവും. അപ്പോൾ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നമുക്ക് പലതിനോടുള്ള പ്രഷർ വരാം. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ, ഹെയർ സ്റ്റൈലിൽ ഒക്കെ പ്രഷർ വരും. ഇന്നത്തെ കുട്ടികളൊക്കെ ഓരോ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ രീതി കാണുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള പ്രഷർ ഇൻഫ്ലുവൻസ്ഡ് ആണ് പലതും. പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഏതൊരു കുട്ടീൻ്റെ അടുത്തും ഒരു ഘട്ടത്തിൽ അവൻ്റെ നേരെ ഒരു സിഗരറ്റ് നീട്ടപ്പെടും, ഒരു കഞ്ചാവ് അവൻ്റെ മുമ്പിലേക്ക് അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അവൻ്റെ മുമ്പിലേക്ക് വരും, ഒരു ലഹരിൻ്റെ. വരുന്ന സമയത്ത് അവൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സിനാരിയോ നമ്മുടെ ലൈഫിൽ വരും എന്ന് കേരളത്തിലൊക്കെ വളരെ വ്യാപകമാണ്. ഇത് ഫേസ് ചെയ്യാത്തൊരു കുട്ടികളുണ്ട്. ഇന്നത്തെ നമ്മുടെ എൻവയോൺമെൻറ്റ് മൊത്തം മാറി. ക്യാമ്പസ് ആണെങ്കിലും പുറത്താണെങ്കിലും എല്ലാ തരത്തിലുള്ളൊരു ഫാഹിഷത്ത് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരും എന്നുള്ളത് ഉറപ്പായ രീതി. അപ്പോൾ അത് ആ കുട്ടിക്ക് നേരത്തെ ഒരു അവയർനെസ് നമുക്ക് പാരൻസ് എന്നുള്ള കുടുംബത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റിയല്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരാം, അപ്പോൾ നീ എന്ത് ചെയ്യും, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നൊരു അവയർനെസ് കൊടുത്താൽ ആ സിറ്റുവേഷൻ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു സാധനമെങ്കിലും ഇവൻ്റെ ഒരു ഓർമ്മയിൽ ഉണ്ടാകും. തോന്നണത് നമ്മളതിൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയാം
എന്താണ് ഖുർആനും സുന്നത്തും ഇതനുസരിച്ച് ജീവിക്കണം. ഇതാണ് നമ്മുടെ ഗൈഡൻസ്. അതിലൊരു ഹുദയുണ്ട്, അതിലൊരു റഹ്മത്തുണ്ട്, അതിലൊരു ശിഫയുമുണ്ട്, സന്മാർഗമുണ്ട്, കാരുണ്യമുണ്ട്. നമുക്ക് അതിലൊരു ഏതൊരു അസുഖത്തിനും അതിലൊരു ശിഫ ഉണ്ടെന്നാണ്. മാനസികമായി ഉണ്ടാകുന്ന ഈ വ്യഗ്രതകളിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ അൽമർഉ അലാ ദീനി ഖലീലിഹി, റസൂലുള്ളാഹി പറഞ്ഞ ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. അത് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അവൻ്റെ തിയറീസ്, അവൻ്റെ പ്രസ്താവനകൾ, അവൻ്റെ ഏത് തോട്ട്സ് ആണെങ്കിലും ഏത് വ്യൂസ് ആണെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഫല്യൻദുർ യുഖാലിൽ, ആരോടാണോ കൂട്ടുകൂടുന്നത്. അപ്പോൾ അങ്ങനത്തെ നേരത്തെ പറഞ്ഞ 2 ടീമുകൾ കാണിച്ചു കൊടുത്തല്ലോ. ഒന്ന് നല്ല രീതിയിൽ ഖുർആനും സുന്നത്തൊക്കെ അനുസരിച്ച് പോകുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കുമെങ്കിൽ അതിലേക്ക് പോകാം. പിന്നുള്ളത് വേറെ. അപ്പോൾ ആ ഒരു രീതിയെ തിരഞ്ഞെടുക്കുക. പക്ഷെ വേറൊരു ആയത്ത് സൂറത്ത് അറാഫിലൊരായത്ത് അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലദീന തഖൗ, അള്ളാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇവനെ പിടികൂടിയാൽ, ഇവനെ ബാധിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ആളുകൾ ആലോചിക്കേണ്ടത് തദക്കറു, അവരാലോചിക്കട്ടെ, ഓർമ്മിക്കട്ടെ. എന്താ അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ മനസ്സിൽ കൊണ്ടുവരാന്നാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ തദക്കറു, അള്ളാഹ് പറയാണ് ഇവരെന്ത് ചെയ്യും? തഖ്വയുള്ള ആളുകൾ, സൂക്ഷ്മതയുള്ള ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന, നോമ്പൊൽക്കുന്ന, നിസ്കരിക്കുന്നൊക്കെ മക്കൾ തദക്കറു, അവരാലോചിക്കട്ടെ, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കട്ടെ എന്നാണ്. അള്ളാഹ് ഇത് ചെയ്താൽ ഉണ്ടാകുന്ന ശിക്ഷ, വിപത്തുകൾ, ദുരന്തം ദുനിയാവിലും ആഖിറത്തിലും അതിനാലോചിക്കുക. അതിനാൽ ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നല്ല നിലക്ക് പോയാലുള്ള ബെനിഫിറ്റ്സുകൾ, പ്രതിഫലങ്ങൾ, അള്ളാഹിൽ നിന്നുള്ള ഒരുപാട് മഗ്ഫിറത്ത്, അവൻ്റെ ജസാകൾ, ഇതാലോചിക്കുമ്പോൾ ഫഇദാഹും മുബ്സിറൂൻ, അള്ളാഹ് പറയുന്നു. അപ്പോൾ അവർ കാര്യങ്ങളെ സംബന്ധിച്ച് ദീർഘവീക്ഷണമുള്ളവരാകും, ഉറ്റാലോചിക്കാൻ കഴിയുന്ന. അപ്പോൾ ആ പടച്ചോനെ പേടി ആ ഒരു രീതിയിൽ കൊണ്ടുവരാം. ചെറുപ്പത്തിലെ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി വേണ്ടി വരും. ഇതുപോലെ നല്ലൊരു കൂട്ടുകാരൻ ഒരു സുഗന്ധദ്രവ്യം വിൽക്കുന്നവനെ പോലെയാണ്. മസല് ജലീസി സാലിഹ് കമസലി, റസൂലുള്ളാഹി പറയാണ്, ഒരു നല്ല സ്വാലിഹായ കൂട്ടുകാരൻ ആരെ പോലെയാണ്? ഒരു അത്ര വിൽപ്പനക്കാരനെ പോലെയാണ്. അവൻ്റെ കൂടെ കൂടിയ നല്ല മണമായിരിക്കും. അല്ലെങ്കിലോ കനാഫിൽ കീർ, ആലയിൽ ഊതുന്ന ഒരു ആരപ്പണിക്കാരൻ്റെ മണമായിരിക്കും ചിലപ്പോൾ ദോഷപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുക. ചിലപ്പോൾ കുപ്പായത്തിൽ ഓട്ട വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കരിയും പുകയൊക്കെ ഉണ്ടാവും ലൈഫിൽ. അത് ഇവിടെ ഉണ്ടാവും. ആഖിറത്തിലും ആ കരിയും പുകയും വാസനിച്ച് ദുർഗന്ധത്തിൽ ജീവിക്കേണ്ടി വരും. അതിൽ ഖൈർ മാഷാ അല്ലാഹ് ആ രീതിയിലായിരിക്കാം ചിലപ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക.